യൂറോപ്പ് ഒരു ഗുരുതരമായ കാലാവസ്ഥാ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കൊടും ചൂട് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ അതിനോടൊപ്പം പടർന്നു പിടിക്കുന്ന കാട്ടുതീ പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാഴ്ത്തുകയാണ്. ഗ്രീസ്, ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട് കഴിഞ്ഞു. യൂറോപ്പിൽ അനുഭവപ്പെടുന്ന കൊടും ചൂടിന് പിന്നിൽ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോളതാപനം കാരണം ലോകത്ത് പലയിടത്തും താപനില ക്രമാതീതമായി ഉയർന്നു. ഈ വർഷം യൂറോപ്പിൽ വീശിയ ഉഷ്ണതരംഗം സാധാരണ വേനൽക്കാല താപനിലയേക്കാൾ വളരെ കൂടുതലാണ്. തെക്കൻ യൂറോപ്പിൽ നിന്ന് വടക്കൻ യൂറോപ്പിലേക്കും ഈ ചൂട് വ്യാപിച്ചതോടെ യൂറോപ്പ് മുഴുവൻ ഒരു വലിയൊരു ചൂളയായി മാറി. ഉയർന്ന താപനില വായുവിനെ വരണ്ടതാക്കുകയും കാട്ടുതീക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യങ്ങളിലൊന്നാണ് ഗ്രീസ്. ഏതൻസിന് തെക്ക് ഭാഗത്തുള്ള കെരാറ്റിയ മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഒരാൾ മരിച്ചു. ഇത് ദുരന്തത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ച ഒരു കുടിലിൽ നിന്നാണ് അഗ്നിശമന സേനാംഗങ്ങൾ ഒരു വൃദ്ധന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഗ്രീസിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നു പിടിക്കുകയാണ്. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു. തിങ്കളാഴ്ച വരെ ശക്തമായ കാറ്റ് തുടരുമെന്ന് ഏതൻസിലെ ദേശീയ നിരീക്ഷണാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഗ്രീസിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഈ കാട്ടുതീ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നിരവധി വനപ്രദേശങ്ങളും ജനവാസ മേഖലകളും കത്തി നശിച്ചു. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള പ്രശസ്തമായ വെസൂവിയസ് പർവ്വതത്തിന്റെ സമീപ പ്രദേശങ്ങളിലും കാട്ടുതീ പടർന്നു. ഈ പ്രദേശത്തെ കാട്ടുതീ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനയ്ക്ക് കഴിയുകയും ചെയ്തു. എന്നാൽ മുൻകരുതൽ എന്ന നിലയിൽ പർവ്വതത്തിലേക്കുള്ള എല്ലാ ഹൈക്കിംഗ് വഴികളും അധികൃതർ അടച്ചു. തെക്കൻ ഇറ്റലിയിലെ ദേശീയോദ്യാനത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരുന്ന തീ അണയ്ക്കാൻ 12 അഗ്നിശമന സേനാംഗങ്ങളുടെ സംഘങ്ങളും 6 കാനഡയർ വിമാനങ്ങളും രംഗത്തുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിദഗ്ധർ സഹായത്തിനെത്തിക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് തീ പടരുന്നത് കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിവർഷം ഏകദേശം 62 ലക്ഷം പേർ സഞ്ചരിക്കുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പർവ്വതം. അതേസമയം ഇതിന് സമീപത്തുള്ള പോംപെ പുരാവസ്തു കേന്ദ്രം ഇപ്പോഴും സഞ്ചാരികൾക്കായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രാൻസിലെ തെക്കൻ ഓട് മേഖലയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ കാട്ടുതീ കനത്ത നാശമാണ് വിതച്ചത്. വൈനറികൾക്ക് പേരുകേട്ട ഈ മേഖലയിലെ മുന്തിരിത്തോട്ടങ്ങൾ തീപിടുത്തത്തിൽ പൂർണ്ണമായും ചാരമായി മാറി. ഈ തീ അണയ്ക്കാൻ 1400ഓളം അഗ്നിശമന സേനാംഗങ്ങളെയാണ് വിന്യസിച്ചതും. തീപിടുത്തത്തിൽ ഒരാൾ മരിക്കുകയും 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടുകൾ വിട്ട് പോകേണ്ടി വന്ന ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും വനപ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് കർശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്ന് ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. ഇത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയും ആകുന്നുണ്ട്. സ്പെയിനിലും കാട്ടുതീ രൂക്ഷമായി തുടരുകയാണ്. ഇറ്റലിയെയും ഗ്രീസിനെയും പോലെ സ്പെയിനിലെയും വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അതേസമയം ബ്രിട്ടനിലും കൊടും ചൂടിന്റെ ദിനങ്ങൾ വരികയാണ്. സാധാരണയായി ബ്രിട്ടനിലെ കാലാവസ്ഥ തണുപ്പുള്ളതാണെങ്കിലും ഈ വർഷം താപനില ക്രമാതീതമായി ഉയരും. നിലവിലെ താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നാണ് പ്രവചനവും. ലണ്ടനിലും തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടെത്താനുള്ള സാധ്യതയുമുണ്ട്. യുകെയിലെ പല ഭാഗങ്ങളിലും താപനില ഉയരുമെന്നതിനാൽ കുടുംബങ്ങൾ ബീച്ചുകളിലേക്കും പാർക്കുകളിലേക്കും പോകാൻ തയ്യാറെടുക്കുകയാണ്. ലണ്ടൻ, യോർക്ക്ഷയർ, ഹംബർ, ഈസ്റ്റ് മിഡ്ലാൻഡ്സ്, ഇംഗ്ലണ്ടിന്റെ കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് എന്നീ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ അനുഭവപ്പെടുന്ന ഈ പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ്. ആഗോളതാപനം തുടർന്നാൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പും നൽകുന്നു. ഇത് കാർഷിക മേഖലയ്ക്കും ജലസ്രോതസ്സുകൾക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക തുടങ്ങിയ നടപടികൾക്ക് ലോകരാഷ്ട്രങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. യൂറോപ്പിലെ ഈ ദുരന്തം കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രാദേശിക പ്രശ്നമല്ലെന്നും അതൊരു ആഗോള പ്രശ്നമാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഓരോ രാജ്യവും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രശ്നത്തെ നേരിടാൻ ശ്രമിക്കേണ്ടതും അത്യാവശ്യമാണ്.